വൈകുന്നേരം ചാനൽ ചർച്ചയിലിരുന്ന് കോൺഗ്രസിന് സാധ്യതയില്ല എന്ന് പറയുന്നവരോട് അവരുടെ നാവ് കൊണ്ട് തന്നെ കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് പറയിപ്പിക്കണം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോ, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഉമാ തോമസ് PT തോമസിനേക്കാൾ 2 ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോ, ഷാഫി പറമ്പലിനേക്കാൾ 6 ഇരട്ടി ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോ, പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോ 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചപ്പോ, ചേലക്കരയിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോഴും CPM-ന്റെ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം അത് 12,000-ലേക്ക് കുറച്ച് 28,000 വോട്ട് അധികം മേടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനോവിഹാരം കോൺഗ്രസിനോടൊപ്പമാണ്. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനം. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ കുടുംബ സംഗമം കഴിഞ്ഞ്, ഈ വാർഡ് കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ സ്നേഹവിരുന്നിന് ശേഷം പരസ്പരം കൈകൊടുത്ത് പിരിഞ്ഞു പോകൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ദിവസങ്ങളിലും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണം, സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയണം, കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് പറയണം. നമ്മളെ ഭിന്നിപ്പിക്കാൻ ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് പലരും വരും. അവരോട് ചോദിക്കണം, നമ്മുടെ കുട്ടികൾ പേപ്പട്ടിയുടെ കടിയേൽക്കുമ്പോൾ, തെരുവുനായുടെ പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, കോൺഗ്രസ്സുകാരല്ലാതെ, UDF അല്ലാതെ. നമ്മുടെ കുട്ടികൾ വാക്സിൻ എടുത്തതിന് ശേഷം പേളകി മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സങ്കടപ്പെടാനായിട്ട് നമ്മളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പൊ മത, സാമുദായിക, സാമൂഹ്യ നേതാക്കന്മാരെക്കാൾ അപ്പുറം സാധാരണക്കാരോടൊപ്പം 9 വർഷം തെരുവ് നിറഞ്ഞ് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, മഹിളാ കോൺഗ്രസിന്റെ, INDUCയുടെ, കോൺഗ്രസിന്റെ, UDFന്റെ സകല പ്രവർത്തകരുടെയും പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, സമരങ്ങളൊക്കെ വിജയകരമാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കണം. അതിന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഡിസംബർ 9 രാവിലെ പോളിംഗ് ബൂത്തിലെത്തുന്ന ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ കോൺഗ്രസിന്റെ അഭിമാന ചിഹ്നമായിട്ടുള്ള കൈപ്പത്തിയിൽ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുമ്പോൾ, കറുകുറ്റി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ച് കറുകുറ്റി പഞ്ചായത്തിന്റെ പടിക്കേട്ട് കയറുമ്പോൾ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പടിക്കേട്ട് കയറാനിരിക്കുന്നത് അയ്യപ്പൻ. ശബരിമല അയ്യപ്പനും KP അയ്യപ്പനും ഒരുപോലെ ജയിക്കണമെങ്കിൽ, ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടവരെ നാട്ടുകാരുടെ മുമ്പിൽ കയ്യാമം വെച്ച് നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണണമെങ്കിൽ, അത് പിണറായി വിജയനിലേക്ക് വരെ എത്തണമെങ്കിൽ കോൺഗ്രസ്, UDF ഇവിടെ അധികാരത്തിലേക്ക് തിരിച്ചു വരണം. ജയിച്ചാൽ ശബരിമല ശാസ്താവ് സാക്ഷാൽ അയ്യപ്പൻ ജയിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജില്ലാ പഞ്ചായത്തിന്റെ പടിക്കേട്ട് കയറുന്നവരിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ എന്റെ കൈപ്പത്തിക്കൊപ്പണം നിങ്ങളുടെ കൈപ്പത്തിയും ഉണ്ടാകണമെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം. നമുക്ക് ഒന്നിച്ച് ജയിക്കാം. നന്ദി. ഞങ്ങളുടെ ജംഗ്ഷനിൽ വന്ന് പ്രസംഗിക്കാമോ? അതാ അത്